ഇന്ത്യൻ ഫുട്ബോളിലെ രണ്ടാം നിര ലീഗായ ഐ ലീഗ് ഈ സീസൺ മുതൽ മാറ്റങ്ങൾക്കൊരുങ്ങുന്നു. ലീഗിന്റെ ഘടനയിൽ മാറ്റം വരുത്തുന്നതിനോടൊപ്പം ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് എന്ന പുതിയ പേരും സ്വീകരിക്കും. ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ട് ഐ ലീഗ് ക്ലബ്ബുകൾ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനെ സമീപിച്ചു. അടിമുടി മാറ്റത്തിനാണ് ഐ ലീഗ് 2025-26 സീസൺ തയ്യാറെടുക്കുന്നത്. പേരിൽ തന്നെയാണ് ആദ്യ മാറ്റം. ഐ ലീഗ് എന്ന പേരിന് പകരം ഇന്ത്യൻ ഫുട്ബോൾ ലീഗ് എന്ന പേരിൽ ടൂർണമെന്റ് നടത്തണമെന്നാണ് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്ക് ക്ലബ്ബുകൾ നൽകിയ ശുപാർശയിലുള്ളത്. ലീഗിന്റെ വാണിജ്യ സാധ്യതകൾ മുൻനിർത്തിയും പുതിയൊരു മുഖം നൽകുന്നതിനുമാണ് പേരുമാറ്റം. കൂടാതെ AIF-ന് ടൂർണമെന്റിൽ മേൽനോട്ട ചുമതല മാത്രമായിരിക്കും. ഗോകുലം കേരള, റിയൽ കാശ്മീർ, ഷില്ലോങ് ലാജോങ് ഉൾപ്പെടെയുള്ള ക്ലബ്ബുകളുടെ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഗവേണിംഗ് കൗൺസിലിനായിരിക്കും ലീഗിന്റെ ദൈനംദിന നിയന്ത്രണാധികാരമെന്നും ശുപാർശയിൽ വ്യക്തമാക്കുന്നുണ്ട്. കൂടാതെ മത്സരക്രമത്തിലും ശ്രദ്ധേയമായ മാറ്റങ്ങളാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. പരമ്പരാഗത ശൈലിയിൽ നിന്ന് മാറി മത്സരങ്ങൾ 2 ഘട്ടങ്ങളായിട്ടായിരിക്കും നടക്കുക. ആദ്യഘട്ടത്തിൽ എല്ലാ ടീമുകളും ഏറ്റുമുട്ടുന്ന റൗണ്ട് റോബിൻ ഫോർമാറ്റിലും, രണ്ടാം ഘട്ടത്തിൽ പോയിന്റ് പട്ടികയിൽ ആദ്യ 6 സ്ഥാനക്കാർ കിരീടത്തിനായി ചാമ്പ്യൻഷിപ്പ് റൗണ്ടിലും മത്സരിക്കും. ഹോം എവേ അടിസ്ഥാനത്തിലായിരിക്കും മത്സരങ്ങൾ. തരംതാഴ്ത്തൽ ഒഴിവാക്കാനായി അവസാന 5 സ്ഥാനക്കാർ റെലഗേഷൻ റൗണ്ടിലും മത്സരിക്കും. പുതിയ ഫോർമാറ്റ് ഇന്ത്യൻ ഫുട്ബോളിന് ഗുണകരമാകുമെന്നാണ് വിലയിരുത്തൽ. സീസണിന്റെ അവസാനം വരെ കിരീട പോരാട്ടവും തരംതാഴ്ത്തൽ ഭീഷണിയും നിലനിൽക്കുന്നതോടെ യൂറോപ്യൻ ഫുട്ബോളിന്റെ പ്രതീതി ഉണ്ടാവുമെന്നും ടൂർണമെന്റിനെ ആവേശത്തോടെ ആരാധകർ ഏറ്റെടുക്കുമെന്നും വിദഗ്ധരുടെ അഭിപ്രായം. ഫെബ്രുവരി 21-ന് പുതിയ സീസൺ ആരംഭിക്കാനിരിക്കെയാണ് മാറ്റങ്ങൾക്ക് നിർദ്ദേശവുമായി ഐ ലീഗ് ക്ലബ്ബുകൾ മുന്നോട്ട് വന്നത്. സ്പോർട്സ് ഡെസ്ക് ന്യൂസ് മലയാളം.